മൂലം കറവ പശുക്കൾക്ക് നാശമുണ്ടായ പ്രദേശങ്ങളിലെ ക്ഷീരസംഘങ്ങളിലെ കർഷകർക്ക് പുതുതായി പശുക്കളെ വാങ്ങുന്നതിനുള്ള പദ്ധതിയിൽ റിവോൾവിംഗ് ഫണ്ട് വിതരണം ചെയ്തു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തടിയൻകൂവൽ, പോത്തംകണ്ടം, നിടുമ്പ, മാണിയാട്ട്, നാലിലാംകണ്ടം ക്ഷീരകർഷക സഹകരണ സംഘങ്ങൾക്ക് കീഴിലുള്ള കർഷകർക്ക് 2 വീതം കറവ പശുക്കളെ വാങ്ങുന്നതിനുള്ള പലിശരഹിത വായ്പയാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ജില്ലയിൽ ആദ്യമായാണ് റിവോൾവിംഗ് ഫണ്ട് പദ്ധതി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. 5 ക്ഷീരസംഘങ്ങൾക്ക് 80,000 രൂപ വീതമാണ് കൈമാറിയത്. ഒരു സംഘത്തിലെ 2 കർഷകർക്ക് 40,000 രൂപ വീതമാണ് റിവോൾവിംഗ് ഫണ്ട് വിതരണം ചെയ്യുന്നത്. തടിയൻകൂവൽ കൈരളി ഗ്രന്ഥാലയം ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആ പഴയ സ്ഥിതിയിലേക്ക് തുടരുക എന്ന് പറഞ്ഞാൽ വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പം ഈ വർദ്ധിച്ചു വരുന്ന രോഗം വന്നപ്പോഴും നമ്മുടെ കർഷകർ അന്താളിച്ചു, മരിച്ചു വീഴുന്ന സ്ഥിതി വന്നു. അപ്പം ചികിത്സയുടെ ഒരു സൗകര്യം, അതിൻ്റെ ഒരു ലഭ്യത കുറവ്, അപര്യാപ്തത. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സങ്കര ഇനം പശു. ഞങ്ങളിപ്പോൾ കാസർഗോഡ് കുള്ളം പശുവൊക്കെ കണ്ടു, കുറേ ഫാമിലൊക്കെ പോയി. പക്ഷെ കുള്ളം പശുവിന് പാല് കുറച്ചല്ലേ കിട്ടുന്നുള്ളൂ. അപ്പൊ സങ്കര ഇനം പശുവിന് നമുക്ക് താങ്ങാനാവാത്ത വിലയാണ്. ഇവിടെ കർഷകരെ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ താങ്ങാനാവാത്ത വില. പിന്നെ നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ ഒരു 50 പശുവിൻ്റെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്, 35 പശുവിൻ്റെ സ്ഥലത്ത് ഞാൻ ഒരാഴ്ച പോയിട്ടുണ്ട്. ആരാ തൊഴിലാളി? അല്ലെ, ഇപ്പം തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന മേറ്റുമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ആരാ നമ്മുടെ നാട്ടിനകത്തെ തൊഴിലാളി? ഞാൻ ഒരു പഠനം നടത്തിയപ്പോൾ, പഠനമല്ല എനിക്ക് അനുഭവപ്പെട്ടത്, ഏറ്റവും കൂടുതൽ നേപ്പാളിയാണ്. പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ കെ രമ്യ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി സുജാത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ടി വിജയലക്ഷ്മി, ക്ഷീരസംഘം പ്രസിഡന്റ് സി കൃഷ്ണൻ, സെക്രട്ടറി കെ വി സിന്ധു, കൈരളി ഗ്രന്ഥാലയം സെക്രട്ടറി ബാബു അപ്യാൽ, മനീഷ തിയേറ്റേഴ്സ് പ്രസിഡന്റ് വി എം നാരായണൻ എന്നിവർ സംസാരിച്ചു. ആദ്യഘട്ടത്തിൽ 2 പശുക്കളുടെ വിതരണ ചടങ്ങിന്റെ ഭാഗമായി നടന്നു. 10 ക്ഷീരസംഘങ്ങൾക്ക് കഴിഞ്ഞ വർഷം റിവോൾവിംഗ് ഫണ്ട് നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.